ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം മൂലം ആലപ്പുഴയിലെ ജനങ്ങളുടെ ദുരിതം അവസാനിക്കുന്നില്ല. വണ്ടാനം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മുന്നിലെ ഓട നിർമ്മാണം മൂലം ആശുപത്രിയിലേക്ക് എത്തുവാൻ ബുദ്ധിമുട്ടുകയാണ് ദിവസേന ഇവിടേക്കെത്തുന്ന രോഗികളും സമീപത്തെ വ്യാപാരികളും. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതോടെ റോഡിനിരുവശവുമുള്ള വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് കിഴക്ക് ഭാഗത്താണ് ദേശീയപാതയോട് ചേർന്ന് അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിക്കുന്നത്. ഓട നിർമ്മാണത്തിനായി ഈ വഴി കെട്ടിയടച്ചിട്ട് 2 മാസങ്ങൾ പിന്നിടുന്നു. തുടക്കത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കും സമീപത്തെ കടകളിലേക്കും പോകുവാൻ ഒരു നടവഴി പോലും ഇല്ലായിരുന്നു. തുടർന്ന് വ്യാപാരികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഇതിലേക്കൊരു നടവഴി പോലും നിർമ്മിച്ചത്. ഇപ്പോൾ ഇരുചക്രവാഹനം മാത്രമാണ് ബുദ്ധിമുട്ടി ഇതിലെ സഞ്ചരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്ന 6 മാസത്തെ കൂടുതലായി. അതായത് ആദ്യം റൈറ്റ് സൈഡ് അപ്പർ സൈഡ് പൊളിച്ചു, അവിടെ ക്ലിയർ ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത സൈഡ് പൊളിച്ചു, അവിടെ ക്ലിയർ ആവുന്നതിന് മുമ്പേ 3ാമത്തെ സൈഡ്. മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത് ഇവിടെ. ആശുപത്രി പോകുന്ന ഒരു 100 കൂടുതൽ സ്റ്റാഫ് ഈ ഏരിയ കൂടെ നടന്നു പോകുന്നവരുണ്ട്. അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയതിനു ശേഷം അടുത്തത് കുറിക്കും അതില്ല. ദേശീയപാതക്കരികിലെ 2 വൈദ്യുത പോസ്റ്റുകൾ മാറ്റാതെയാണ് ഇവിടെ നാട്ടുകാരെയും യാത്രക്കാരെയും വലച്ച് ഓട നിർമ്മിക്കുന്നത്. നേരത്തെ ദേശീയപാതയിൽ നിന്ന് 2 മിനിറ്റ് കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്താമായിരുന്നു. ഇപ്പോൾ പ്രധാന കവാടത്തിലൂടെ ചുറ്റി വേണം ആശുപത്രി ബ്ലോക്കിലെത്താൻ. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള സൗകര്യമാണ് ഈ വഴിക്കുള്ളത്. കൂടാതെ ഓട നിർമ്മാണം പൂർത്തിയായാലും പടിഞ്ഞാറ് നിന്നുള്ള വെള്ളം സുഗമമായി കിഴക്കോട്ട് ഒഴുകുന്ന തരത്തിലല്ല ഓട നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രാദേശിക ഭരണകൂടവുമായി പോലും യാതൊരു കൂടിയാലോചനയുമില്ലാതെ ആരംഭിച്ച ഓട നിർമ്മാണത്തിന്റെ ദുരിതം ഇനിയും മാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം കാണാമിനി. അയ്യോ, ആശുപത്രി വരാൻ എന്ത് പാടുപെടുന്നു. ഇങ്ങോട്ടൊന്ന് കയറാനൊക്കെ കാല് വയ്യാത്ത എനിക്ക് ഒരുപാട് പാടുപെട്ട ഇവിടം വരെ എത്തിയത്. കുറേ നാളായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. വരാനേ പറ്റുന്നില്ല. ഞാൻ എത്ര നേരം കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഈ വഴി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന കാരണം ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു വണ്ടിയും കൊണ്ട് വന്നാൽ തന്നെ അപ്പുറത്തൂടെ കറങ്ങി വേണം ഈ ലാബിലൊക്കെ വരാൻ. വളരെ പ്രയാസമാണ്. ഈ റോഡൊന്ന് ഓപ്പണാക്കി കിട്ടിയാൽ വളരെ നല്ലതായിരുന്നായിരുന്നു. കാരണം ഇങ്ങനൊരു അനാവസ്ഥയായിട്ട് എത്ര നാളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക. കാരണം ഇവിടെ ഒരു മെയിനായിട്ടുള്ള ആൾക്കാർക്ക് സഞ്ചാരമായിട്ടുള്ള വഴിയാണ്. കാരണം ഈ കാണാൻ വാർത്തിട്ട് അതിനൊരു സ്ലാബ് ഇട്ടിട്ടോ അതിന് മണ്ണിട്ട് യാത്രാ സൗകര്യം ഉണ്ടാക്കി ആൾക്കാർക്ക് പോകാനുള്ള ഇവിടെയാണ് ലാബുകളുണ്ട്, മറ്റു കടകളും ഒക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ജനങ്ങൾ ആകെ വലയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് കൂടി ചേരുന്നുണ്ട്. അജയ്, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി പല വിഷയങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ? ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ ജനങ്ങൾ ദുരിതത്തിലാണ്. മറ്റൊന്നുമല്ല, ഇതിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, പല പ്രദേശങ്ങളിലും ഇതര സംസ്ഥാനത്തു നിന്നുള്ള കോൺട്രാക്ടർമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചില പ്രദേശങ്ങളുടെ ഭൂഘടന അനുസരിച്ചുള്ളൊരു നിർമ്മാണ രീതിയല്ല ഇവർ അവലംബിക്കുന്നതും. ഈ വിഷയത്തിൽ തന്നെയാകട്ടെ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് ആശുപത്രിയുടെ സമാന്തരമായി പോകുന്ന ഓട, ആ ഓട അതിന് എതിർവശം ഈ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് വരുന്ന മറ്റൊരു ഓടയും തമ്മിൽ കൂടിച്ചേരുകയാണ്. സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകും എന്നുള്ള വലിയൊരു ആശങ്കാജനകമായ ചോദ്യം ഇവിടെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇവർ അവലംബിക്കുന്നത് എന്നുള്ളതാണ് ഇത് ജനങ്ങളെ ആകത്തിന്റെ ദുരിതത്തിലാക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യം. മറ്റൊന്ന്, ഒരു റോഡ് അല്ലെങ്കിൽ ഒരു പാലം നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ അത് പൂർണ്ണമായും അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗികമായി റോഡ് സഞ്ചാരയോഗ്യമാക്കി. തീർച്ചയായും അജയ് സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം. കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അജയ്നാഥ്.